മെൽബൺ, ഓസ്ട്രേലിയ. ഒരു പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരം പട്ടണം കഴിഞ്ഞാൽ ദൈവം എൻ്റെ 25-ാമത്തെ വയസ്സിൽ എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പ്രയോജനപ്പെടുത്തിയ ബാംഗ്ലൂർ പട്ടണം, എൻ്റെ കുഞ്ഞുങ്ങൾ ജനിച്ച ആ പട്ടണം, എന്നെ കർത്താവ് പാസ്റ്ററാക്കിയ ബാംഗ്ലൂർ പട്ടണം, 2024 ആ പട്ടണത്തിൽ വെച്ച് ഞങ്ങളുടെ ചേർച്ചിൽ ആ റിവൈവലിനെ ദൈവം അയച്ച പട്ടണം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ 2026 ഞാനത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരിക്കലും മറക്കാനൊക്കാത്ത നിലയിൽ ദൈവമാക്കി തന്ന പട്ടണമാണ് ഓസ്ട്രേലിയയിലെ മെൽബൺ. ബാംഗ്ലൂരിൽ ഉണർവുണ്ടായത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ആ ഉണർവിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ദൈവം ഒരിക്കലൊരു ഉണർവ് ആരംഭിച്ചാൽ ആ ഉണർവ് ഒരിക്കലും അവസാനിക്കില്ല. അതിൻ്റെ റിപ്പിൾ എഫക്ട്സ് എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ബാംഗ്ലൂർ പട്ടണത്തിൽ നമ്മൾ അന്ന് 100 ദിവസം അനുഭവിച്ചതുപോലെ ഇപ്പോൾ ഒരുപക്ഷെ അനുഭവിക്കുന്നില്ലായിരിക്കാം. 2024 ഏപ്രിൽ 18 ആരംഭിച്ച ഹോളി സ്പിരിറ്റ് റിവൈവൽ ലോകത്തിലുള്ള അനേകർക്ക് ബ്ലെസ്സിങ് ആയി തീർന്നു. അതിൻ്റെ പരിമിത ഫലമായി ആ റിവൈവൽ നടന്ന ആ ഹോളിൽ നമ്മുടെ ചേർച്ച് കണ്ടെയ്ൻഡ് ആകാതെ പിന്നീടൊരു പുതിയ ബിൽഡിംഗ് പണിയുവാനും എല്ലാം ദൈവം കൃപ നൽകിയത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടായിരുന്നല്ലോ. ആ ഉണർവിൽ ഞാൻ കേട്ട ഒരു ദൈവശബ്ദമാണ് ഇന്ത്യ ടു നേഷൻസ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ബാംഗ്ലൂർ ഉണർവിന് പരിശുദ്ധാത്മാവ് കാരണക്കാരനായി തീർത്ത പാസ്റ്റർ റൈസൺ തോമസ്, ആ ഉണർവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ദൈവം അയച്ച ആ ഉണർവിൻ്റെ പിതാവായി നിന്ന പാസ്റ്റർ ഫിനി സ്റ്റീഫൻ, ആ ഉണർവിൽ വചനം പഠിപ്പിച്ച പാസ്റ്റർ ഡോക്ടർ ജോൺ, ആ ഉണർവിൽ ഇവാഞ്ചലിസ്റ്റിൻ്റെ സീസണിൽ നിന്ന് പാസ്റ്റർ രാജേഷ് ഏലപ്പാറ, ആ ഉണർവ് പ്രവചിച്ച പാസ്റ്റർ ടിജോ തോമസ്. ഒരു ബ്യൂട്ടിഫുൾ 5-fold മിനിസ്ട്രിയാണ് ബാംഗ്ലൂരിൽ കണ്ടത്. 5-6 ദൈവദാസന്മാർ ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് ദൈവസാന്നിധ്യം ഹോസ്റ്റ് ചെയ്യുന്നു. അത് യൂട്യൂബിൽ കൂടെ മാത്രം തന്നെ 2.8 മില്യൺ വ്യൂസ് ആളുകൾക്ക് അത് അനുഗ്രഹമായി തീർന്നു. വർഷങ്ങളോളമുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു ഉണർവ് റിവൈവൽ. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ മനസ്സിൽ ദൈവം തന്നിരിക്കുന്ന ബോധ്യമനുസരിച്ച് ചർച്ച് ഗ്രോത്ത് അല്ല റിവൈവൽ. ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം വന്ന് ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി വരുമ്പോഴാണ് ഗാഡ്സ് വിസിറ്റേഷൻ, ഗാഡ്സ് അറൈവൽ എന്നൊക്കെ നമുക്ക് പറയുന്ന തരത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുക. ചർച്ച് ഗ്രോത്ത് അതിൻ്റെ ഒരു ഫ്രൂട്ടാണ്. പക്ഷേ റിവൈവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ജീസസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹിസ് ഗ്ലോറി ആൻഡ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് റിവൈവലിന് വേണ്ടി പാസ്റ്റർ ചാണ്ടി വർഗീസ് ആദ്യമായിട്ട് എന്നോട് 2014 ഉണർവിൻ്റെ വിത്ത് വിതയ്ക്കുകയും ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത് 10 വർഷം ആ ആഗ്രഹത്തിൻ്റെ പരിമിത ഫലമായിരുന്നു ബാംഗ്ലൂരിലുണ്ടായിരുന്ന ഉണർവ്. അതിൻ്റെ ടെസ്റ്റിമണീസും എഫക്ട്സും ഒക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയാമോ? എല്ലായിടത്ത് പോയാലും ടെസ്റ്റിമണി കേൾക്കുന്നുണ്ട്. ഏത് രാജ്യത്തിൽ പോയാലും ബാംഗ്ലൂർ റിവൈവലിൻ്റെ ടെസ്റ്റിമണി കേൾക്കുന്നുണ്ട്. ആ ഉണർവിൽ ദൈവം പറഞ്ഞതാണ് ഇന്ത്യ ടു നേഷൻസ്. ഉണർവിൻ്റെ 100-ാമത്തെ ദിവസം UK പോകുവാൻ ദൈവം പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാനും പാസ്റ്റർ റൈസൺ തോമസ്, പാസ്റ്റർ ഫിന്നി സ്റ്റീഫനും പാസ്റ്റർ ഡാമിൻ ആൻ്റണിയും 3 ദിവസത്തെ മീറ്റിംഗ് UK ചെയ്തു. ആ UK മീറ്റിങ്ങിന് ശേഷം തിരിച്ചു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലൊരു ബോധ്യം നൽകി, ഓസ്ട്രേലിയയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ആ റിവൈവലിൽ അനേക ആളുകൾ പങ്കെടുത്തപ്പോൾ പലരും ഫ്ലാഗ്സ് കൊണ്ടുവന്നു, കൊടികൾ കൊണ്ടുവന്നു. അങ്ങനെ ഓസ്ട്രേലിയയുടെ 2-3 കൊടി വന്നു. അതിൽ ഒരു ഫ്ലാഗ് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ തൂക്കി. ഞാൻ എൻ്റെ വൈഫ് ഗ്രീഷ്മയോട് പറഞ്ഞു, നമുക്ക് വിശ്വസിക്കാം ഓസ്ട്രേലിയയിലൊരു ഉണർവുണ്ടാകും എന്നുള്ളത്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ വരണമെന്നോ ഓസ്ട്രേലിയയുടെ ഉണർവിന് ദൈവം ഞങ്ങളെ പ്രയോജനപ്പെടുത്തണോ അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചില്ല. ഓസ്ട്രേലിയയിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണം. 2018 ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വരുന്നത്. അതൊരു വളരെ ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. ബ്രിസ്ബെയിൻ എന്ന സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് വന്നത്. എൻ്റെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 20 years ബാക്ക് ഞാൻ IBS ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുമ്പോൾ അന്ന് ഞങ്ങൾക്കൊരു ഓസ്ട്രേലിയൻ ക്ലയൻ്റ് ഉണ്ടായിരുന്നു, വെർജിൻ ഓസ്ട്രേലിയ. അന്ന്
ഞങ്ങളുടെ വിസാസ് പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി ഓസ്ട്രേലിയയിലേക്ക് വരുവാനും ഓൺ സൈറ്റ് കിട്ടുവാനും ഒക്കെ. ആ സമയത്താണ് പെട്ടെന്ന് ആ ക്ലയൻറ്റ് പോവുകയും ഓസ്ട്രേലിയയിലേക്കുള്ള വിസ നടക്കത്തില്ല എന്നറിഞ്ഞ് ഞാൻ നിരാശനായാണ് ആക്ച്വലി IBS എന്ന കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പിന്നത്തതിൽ ദൈവം നല്ലവനായതുകൊണ്ട് ഒറക്കിളിൽ ജോലി കിട്ടി ബാംഗ്ലൂരിൽ പോകുന്നതും പിന്നീടുള്ള ടെസ്റ്റ് പണിയൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയ വരുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ പണ്ട് ജോലിയുമായിട്ട് ഓസ്ട്രേലിയയിൽ വരണം എന്ന് ആഗ്രഹിച്ചതല്ലേ, 2018 നിന്നെ ഞാൻ എൻ്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് നിന്നെ ഞാൻ ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്നില്ല. ഞാൻ ആദ്യം വന്ന് ഇറങ്ങുമ്പോൾ ബ്രിസ്ബെയിൻ എയർപോർട്ടിൽ കാണുന്ന വേർജിൻ്റെ ഒരു ഹാങ്ങറാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇമോഷണൽ ഒരു ഫീലിംഗ് ആയിരുന്നു. ദൈവം നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും, അന്ന് എനിക്ക് ഓസ്ട്രേലിയയിൽ വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത്. ഓസ്ട്രേലിയയിൽ പിന്നെയും മെൽബൺ, സിഡ്നി, അഡ്ലൈഡ് എന്നീ സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുവാനൊക്കെ ദൈവം കൃപ നൽകി. ഉണർവ് കഴിഞ്ഞ് ഈ ഫ്ലാഗ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക, പ്രാർത്ഥിക്കും. ബെഡ്റൂമിലാവുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ കണ്ണ് അതിലോട്ട് പതിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അമേരിക്കയിൽ നിന്ന് വന്നതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും അനേകർ നമ്മുടെ ബാംഗ്ലൂർ റിവൈവലിൽ കുടുംബമായിട്ട് വന്ന് പങ്കെടുത്തു. അതിലേറ്റവും യാദൃശ്ചികമാണോ രസകരമാണോ എന്ന് എനിക്കറിയത്തില്ല, മെൽബണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഹോളി സ്പിരിറ്റ് റിവൈവൽ ബാംഗ്ലൂരിൽ ഫിസിക്കലി വന്ന് പങ്കെടുത്തത്. അവിടെ വന്നു ടിക്കറ്റ് എടുത്ത് അവിടെ വന്ന് പങ്കെടുത്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോട്ട് ഓഫ് നേഷൻസ്, ഓൾമോസ്റ്റ് 54 നേഷൻസിൽ നിന്നാണ് ആളുകൾ അന്ന് ആ റിവൈവലുമായിട്ട് കണക്റ്റ് ആയത്, മീഡിയയിലൂടെയും ഫിസിക്കലിയും വന്നത്. മെൽബണിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു. അങ്ങനെ മെൽബണിൽ നിന്ന് വന്ന ഒരു ബ്രദറാണ് ബ്രദർ ജേക്കബ് കോശി. ബ്രദർ ജേക്കബ് കോശിയുടെ സിസ്റ്റർ മറീൻ പെങ്ങള് ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റിയിലാണ്. ഇലക്ട്രോണിക് സിറ്റിയിൽ അവരൊരു നല്ല പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ ഭാഗമാണ്. നല്ല റിവൈവൽ നടന്നപ്പോൾ അവർ വരികയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും നമ്മുടെ ഓൺ ചർച്ചിൻ്റെ ഒരു മെമ്പർ പോലെ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ജേക്കബ് ബ്രദർ ജോലിയുടെ ആവശ്യത്തിൽ ഡൽഹിയിൽ ഇന്ത്യയിൽ വന്നപ്പോൾ ബാംഗ്ലൂരിൽ റിവൈവൽ നടക്കുന്നത് കൊണ്ട് അദ്ദേഹം ബാംഗ്ലൂരിൽ റിവൈവലിൽ വന്നിരുന്നു. റിവൈവലിൻ്റെ പ്രത്യേകത, നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ പോലും അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇമ്പാർട്ടഡ് ആകുകയാണ്. അന്ന് എന്നെ വന്ന് എൻ്റെ റൂമിൽ പരിചയപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ജേക്കബ് ബ്രദറിനെ കാണുന്നത്. ഞങ്ങൾ തമ്മിലൊരു സ്നേഹബന്ധമായി. ഈ ഉണർവിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹം വന്നിരുന്നതിന് ശേഷം തിരികെ അദ്ദേഹത്തിൻ്റെ ലോക്കൽ ചർച്ച് ഇവിടെ മെൽബണിലുള്ള ചർച്ച് ഓൺ സൺറൈസ് പാസ്റ്റർ സെഡ്രിക് ലെബ്രോയ് ലീഡ് ചെയ്യുന്ന ക്ലെയ്റ്റൺ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ വേർഷിപ്പ് ലീഡറാണ് അദ്ദേഹം. 23 വർഷമായിട്ട് അദ്ദേഹം ഈ ചർച്ചിലുണ്ട്. അദ്ദേഹം അന്ന് ആ സൺഡേ വേർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ അധികമായ ദൈവസാന്നിധ്യം മൂവ് ചെയ്ത് വേർഷിപ്പ് നിർത്താൻ കഴിയാതെ മുന്നിലേക്ക് പോയി. അങ്ങനെ ഇവിടുത്തെ പാസ്റ്ററും ആ റിവൈവൽ കാണാൻ ഇടയായി. നിങ്ങൾക്കറിയാം, മില്യൺസ് ഓഫ് ആളുകളാണ് റിവൈവൽ വാച്ച് ചെയ്യുന്നത്. ഞാൻ എവിടെ ചെന്നാലും ടെസ്റ്റ് മണി കേൾക്കുന്നത്, പാസ്റ്റർ ഞങ്ങൾ ആ റിവൈവൽ സമയത്ത് TV ഓൺ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഓഫ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ ബാംഗ്ലൂർ റിവൈവൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. അത് മീഡിയയിലൂടെ തന്നെയാണ്. ബാംഗ്ലൂരിൽ ആളുകളെ സ്പർശിച്ചതിനേക്കാളും ആളുകൾ റീച്ച് ചെയ്തത് മീഡിയയിലൂടെ. 75 ദിവസം ലൈവ് സ്ട്രീമിംഗ് കട്ടായില്ല. 75ാമത്തെ ദിവസം ഡൽഹിയിലേക്ക് പോയപ്പോഴാണ് ലൈവ് സ്ട്രീമിംഗ് ഓഫ് ചെയ്ത് സ്വിച്ച് ചെയ്യേണ്ടി വന്നത്. അത്ര ബ്യൂട്ടിഫുള്ളായി മറക്കാനൊക്കെ കഴിയാത്ത റിവൈവലായിരുന്നു. അങ്ങനെ ജേക്കബ് ബ്രദറിന് മാറ്റമുണ്ടായി. ഇത് 2024 കാര്യമാണ് ഞാൻ പറയുന്നത്. പാസ്റ്ററിനെ ഈ വീഡിയോസൊക്കെ കാണിച്ചു. 1 വർഷമായിട്ട് ഞാൻ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഏകദേശം 1 വർഷം ആകാറായപ്പോൾ ഒരു ദിവസം ജേക്കബ് ബ്രദർ ടെക്സ്റ്റ് ചെയ്തു, പാസ്റ്റർ ഓസ്ട്രേലിയക്ക് പാസ്റ്ററിന് വരാൻ കഴിയുമെങ്കിൽ ഒന്ന് വരണം. ഞങ്ങളുടെ ചേർച്ചിൻ്റെ ഒരു ഇൻവൈറ്റ് ഉണ്ട്. ഞങ്ങളുടെ ചേർച്ചിൻ്റെ ഒരു 3 ദിവസത്തെ ക്യാമ്പ് 2026 ജനുവരി മാസം നടത്താനുണ്ട്. ഇത് 2025 ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 2024 100ാമത്തെ ദിവസം. ആ ദിവസം ഫ്ലാഗ് മാറ്റി ഞാൻ ഓസ്ട്രേലിയൻ ഫ്ലാഗ് ഇട്ടു തിരിച്ചു വന്നപ്പം. അപ്പോൾ ഏകദേശം 1 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. ഓഗസ്റ്റിലാണ് എനിക്ക് ആ ഇൻവൈറ്റ് വരുന്നത്. 1 ഇയർ പ്രാർത്ഥിച്ചു ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട്. ആ ഇൻവൈറ്റ് വരുന്നു. വന്ന ഉടനെ എനിക്ക് അറിയാമായിരുന്നു, കാരണം ഞാൻ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം. നേരത്തെ വിസകളൊക്കെ തീർന്നിരുന്നത് കൊണ്ട് ഞാൻ വിസ അപ്ലൈ ചെയ്തു. ദൈവം ഭയങ്കര ഫേവറബിളായിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് വിസ ലഭിച്ചു. ഞാൻ ആ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തു. വളരെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഇതൊരു മൾട്ടികൾച്ചർ ഇംഗ്ലീഷ് ചർച്ച് ആയതുകൊണ്ട് തന്നെ അവരാദ്യമേ എന്നോട് പറഞ്ഞു, പാസ്റ്റർ വരണം, പാസ്റ്ററിൻ്റെ വൈഫ് ഗ്രീഷ്മ സിസ്റ്റർ വരണം, ഏറ്റവും പുതിയ ബേബി, അന്ന് ഞങ്ങളുടെ ബേബി 3-4 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ഏറ്റവും നല്ല ബേബിയും
കൂടെ വരണം എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ ഓർത്തു, എൻ്റെ ഒരു ചെറിയ അവിശ്വാസമായിരിക്കാം, ഈ കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും ദൂരമൊക്കെ പോകാൻ ഒക്കുമെന്ന് ഓർത്തു. ഗ്രീഷ്മയ്ക്കും ബേബിക്കും വിസ അപ്ലൈ ചെയ്തില്ല. എനിക്കറിയത്തില്ലായിരുന്നു കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത്. ചില കാര്യങ്ങളൊന്നും കർത്താവ് നമ്മളോട് പറയത്തില്ല, സർപ്രൈസ് നൽകുന്ന ദൈവമാണ് നമുക്ക്. ഇനി വിസ കിട്ടി, വരാമെന്ന് പറഞ്ഞു. ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് ദൈവം എനിക്ക് ന്യൂസിലാൻഡിലൊരു ഇൻവിറ്റേഷൻ വരികയും വീണ്ടും ഒരു മൾട്ടിക്കൾച്ചർ ഇംഗ്ലീഷ് ചർച്ചിൽ 3 ദിവസത്തേക്ക് റിവൈവൽ മീറ്റിങ്സിന് ഞാൻ പോയി വരാൻ പ്ലാൻ ചെയ്ത് ടിക്കറ്റ് എടുത്തപ്പം, എമിറേറ്റ്സിലെ ടിക്കറ്റ് എടുത്തത്, സാധാരണ അങ്ങനെ വരാൻ സാധ്യതയില്ല. ടിക്കറ്റ് എടുത്തപ്പോൾ ഏറ്റവും രസകരം എന്ന് പറഞ്ഞാൽ മെൽബണിൽ എമിറേറ്റ്സിനൊരു സ്റ്റോപ്പ് ഓവർ. സാധാരണ ദുബായിൽ സ്റ്റോപ്പ് ഓവറുണ്ട്. ഓക്ലൻഡിൽ നിന്ന് കയറി മെൽബണിൽ ഇറങ്ങി മെൽബണിൽ നിന്ന് വീണ്ടും അടുത്ത ദിവസമാണ് ദുബായിലോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ പുതിയ സീസണിൽ മെൽബണിൽ ഒരു രാത്രിക്ക് വേണ്ടി വന്നു. എയർപോർട്ടിലിരിക്കുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ പട്ടണം അനുഗ്രഹിക്കപ്പെടണം. അതിന് ഉണർവുണ്ടാകാനോ ഒന്നും വേണ്ടി ചിന്തിച്ചില്ല. ദൈവമേ അടുത്ത മാസം വരാനുള്ളത്, ഞാൻ നവംബറിലാണ് വന്നത്, ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിൽ എനിക്ക് വരാനുണ്ട്. ആ സമയത്ത് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ. എയർപോർട്ടിൽ ഇരുന്നു, ട്രാൻസിറ്റ് ചെയ്തു. ഞാൻ ഈ ജേക്കബ് ബ്രദർ, ഇത് റെക്കോർഡ് ചെയ്യുന്ന ജേക്കബ് ബ്രദറിൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് ഞാനത് ഈ വീട്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നു. ഞാൻ ഈ വീട്ടിൽ വന്നു, ഇതുപോലെ ഈ മേശയിലിരുന്ന് ഭക്ഷണം കഴിച്ചു, ഇവരെയൊക്കെ കണ്ടു, പരിചയപ്പെട്ടു. ഇവിടെ 1-2 പാസ്റ്റേഴ്സ് എന്നെ കാണാൻ വന്നു, സുരേഷ് ബ്രദർ എന്നെ കാണാൻ വന്നു. എല്ലാവരുമായിട്ട് സൗഹൃദം പങ്കിട്ടു. അടുത്ത ദിവസം രാവിലെ ട്രാൻസിറ്റിലാണ്. അടുത്ത ദിവസം രാവിലെ ഇവിടുന്ന് മെൽബൺ, ദുബായ്, ബാംഗ്ലൂർ ഞാൻ തിരിച്ചു പോയി. ഡിസംബർ മാസം നാട്ടിലെ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡിസംബർ മാസത്തിലെ പ്രൊഫറ്റിക് കോൺഫറൻസ് നമ്മുടെ ചേർച്ചിൽ ടിജോ തോമസ് വന്നു, 24ഉം 25ഉം. വളരെ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, അപ്പോസ്തലന്മാർ ബിൽഡ് ചെയ്യും, പ്രവാചകന്മാർ തിരിയും. Apostles build and the prophets turn you round for the right movement of God. ടിജോ പാസ്റ്റർ വന്ന് 7 മണിക്കൂർ ശുശ്രൂഷിച്ച് 25 ക്രിസ്മസിനും. സാധാരണ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് കാരൽസിനും അല്ലെങ്കിൽ ആ സ്റ്റോറിയൊക്കെ പറയുന്നതിന് പകരം 21-ാം തീയതിയോടുകൂടി അതെല്ലാം നിർത്തി ആ പ്രൊഫറ്റിക് കോൺഫറൻസ് ലൈവ് ഇല്ലായിരുന്നെങ്കിലും സൂപ്പർ ഗ്ലോറിയസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ടിജോ പാസ്റ്റർ ഒരു വാക്ക് പറഞ്ഞു, ഹോപ്പ് ഇൻ ജീസസിന് മനീഷ് പാസ്റ്ററിന് ഒരു വലിയ കൊയ്ത്തിൻ്റെ കാലം 2026 തുറക്കും. ഇതുവരെ നിങ്ങൾ വിതച്ചതിനെല്ലാം പകരമായി ലോകരാജ്യങ്ങളിൽ നിങ്ങൾ ഹാർവസ്റ്റ് നേടും, കൊയ്യുവാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നല്ല ബന്ധങ്ങൾക്കായിട്ട് സ്തോത്രം, നല്ല അഭിഷക്തന്മാർക്കായിട്ട് സ്തോത്രം, പ്രവാചകന്മാർക്കായിട്ട് സ്തോത്രം, നല്ല ബൈബിൾ ടീച്ചേഴ്സിനായിട്ട് സ്തോത്രം, റിവൈവലിസ്റ്റുമാർക്കായിട്ട് സ്തോത്രം, ഇവാഞ്ചലിസ്റ്റുമായിട്ട് സ്തോത്രം, അപ്പോസ്തലന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ 3 ദിവസത്തെ ക്യാമ്പ് വരാൻ തീരുമാനിച്ചു. ടിക്കറ്റ്സ് എനിക്ക് ഇവിടെ നിന്ന് തന്നെ അവർ ബുക്ക് ചെയ്തു. എന്നെ വളരെ കംഫർട്ടബിളായിട്ട് കൊണ്ടുവരാൻ നല്ല ഹയർ ക്ലാസ്സിൽ എനിക്ക് അവർ ബുക്ക് ചെയ്തു എൻ്റെ ടിക്കറ്റ്സ്. പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് വിൽഫിനെ കൂടെ കൊണ്ടുവരണം. ഞാൻ മോനെ പോലെ സ്നേഹിക്കുന്ന വിൽഫിനെ കൂടെ എനിക്ക് കൊണ്ടുവരണം എന്ന് തോന്നി. വിൽഫിയും വിസ അപ്ലൈ ചെയ്തു. വിൽഫിയും വന്നു. കാരണം ബൈബിൾ പറയുന്നു, ഒരുവനേക്കാൾ 2 നല്ലത്. ഒരുവൻ 1000-ത്തെയും 2 10,000-ത്തിനെയും എന്ന കണക്കിന് നേടും. പൗലോസും ശീലാസും, പൗലോസും ബർണബാസും, പൗലോസും തിമത്തി. അങ്ങനെ വിൽഫി ഞാൻ വരുന്നതിന് മുൻപേ 2 ദിവസം മുൻപേ എത്തി. കാരണം വിൽഫിയുടെ 2 സഹോദരന്മാരും ഒരു ബ്രദർ ഇൻ ലോയും ഇവിടെയുണ്ട്. 12th of January വിൽഫി എത്തി. 16, 17, 18 ആയിരുന്നു ക്യാമ്പ്. എന്നാൽ എന്നോട് ഇവിടെ നിന്ന് ബ്രദറും ചേർച്ചിലെ റിക്വസ്റ്റ് ചെയ്തു 2 days മുന്നേ വരാൻ, സോ ദാറ്റ് ഇവിടുത്തെ വെതറും ക്ലൈമറ്റും ഒക്കെ ആയിട്ട് യൂസ്ഡ് ആകാം, റിഫ്രഷ്ഡ് ആകാം, അന്ന് രാവിലെ വരാതെ. അങ്ങനെ ഞാൻ 14th of January, ഇന്നിപ്പോൾ 15th of February ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് 1 month ബാക്ക് ഞാൻ മെൽബണിൽ 6-7 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം, അതിനുള്ള ഉടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്, മെൽബണിൽ വന്നത്. അങ്ങനെ 2 ദിവസം ഇവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. എനിക്ക് മെൽബണിലും സിഡ്നിയിലും ഒക്കെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കുറോങ് എന്ന് പറയുന്ന ഒരു ബൈബിൾ സ്റ്റോർ. ഞാൻ പണ്ട് മെൽബണിൽ വരുമ്പോഴൊക്കെ ഇവിടെ കൂടുതൽ വീക്കെൻഡ്സിലാണല്ലോ മീറ്റിംഗ്. അപ്പോൾ വീക്ക് ഡേയ്സിൽ ഞാൻ കുറോങ്ങിൽ പോയിരുന്ന് ഒരു കോഫിയൊക്കെ എടുത്ത് ഞാനിരുന്ന് ബൈബിൾ വായിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ജേക്കബ് ബ്രദറിനോട് ചോദിച്ചു, ജേക്കബ് ബ്രദർ നമുക്ക് കുറോങ്ങിൽ നിന്ന് പോകാമോ? അങ്ങനെ ഞാൻ കുറോങ്ങിൽ പോയി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഒരു പുസ്തകം കാണിച്ചു. റിവൈവൽ ഇൻ ദ ഗ്രേറ്റ് സൗത്ത് ലാൻഡ്, ട്രേസിങ് റിവൈവൽസ് ഫ്രം ആക്ട്സ് ടു ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ബുക്ക്. റിവൈവലും പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഞാൻ ആ പുസ്തകം എടുത്തു. ജേക്കബ് ബ്രദർ അത് പേ ചെയ്തു. ഞാൻ വീട്ടിൽ വന്നത് വായിക്കാൻ തുടങ്ങി. എന്നെ അത്ഭുതപ്പെടുത്തി. ഉണർവിനെക്കുറിച്ച് തന്നെ ഞാൻ വായിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു.
അടുത്ത ദിവസം ക്യാമ്പാണ്. മെൽബണിൽ നിന്നും ഏകദേശം ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ ദൂരെയുള്ള ഫിലിപ്പ് ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്യാമ്പ്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ക്യാമ്പിന് പോവുക. ചർച്ച് ക്യാമ്പ് അറിയാമല്ലോ എല്ലാവർക്കും. സാധാരണ ചർച്ച് ക്യാമ്പ് ഒരു എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്നൊരു ഇതാണ്. അപ്പം ഞാനും ആ മൈൻഡിലായിരിക്കുന്നത്. അവർ എൻജോയ് ചെയ്യും, എനിക്ക് 3 സെഷൻ എടുക്കാനുണ്ട്, ആ സെഷൻസ് എടുക്കണം എന്നൊക്കെ എൻ്റെ ചിന്തയുള്ളൂ. ഇവിടെ ഏർലി ഡിന്നറാണ്. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഡിന്നർ കഴിഞ്ഞു. 7 മണിക്ക് സെഷൻ തുടങ്ങി. 1/2 മണിക്കൂർ വേർഷിപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരെയും കാണുന്നത്. പാസ്റ്ററിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങി. കർത്താവിനോട് ഗ്ലോറിയെക്കുറിച്ച് പറയാൻ തുടങ്ങി. 2016 അപ്പോസ്റ്റൽ മൽഡനാഡോയുമായിട്ട് ഒരു എൻകൗണ്ടറിന് ശേഷം ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ചെറിയ ഗ്രേസാണ് ഗ്ലോറിയെക്കുറിച്ച് പറയുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ഗ്ലോറിയെക്കുറിച്ച് പ്രസംഗിച്ചു. ടൈമിന് നിർത്തണം, ക്യാമ്പാണ്, വേറെ ഫെസിലിറ്റിയാണ്, ചേർച്ചല്ല. ഞാൻ ടൈമിന് നിർത്തുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അസാധാരണമായ ദൈവസാന്നിധ്യവും ദൈവമഹത്വവും വെളിപ്പെട്ട് ആളുകൾ ഓരോന്നോരോന്നായിട്ട് താഴെ വീഴാനായിട്ട് തുടങ്ങി. ആരും പ്രാർത്ഥിക്കാതെ, ഞാൻ കൈവയ്ക്കാതെയോ അല്ലെങ്കിൽ ഫയർ എന്ന് പറയാതെയോ ദൈവസാന്നിധ്യത്തിൽ ആളുകൾ താഴെ വീണ് കരയോ, ഉറക്ക കരയുക. അപ്പോൾ എനിക്കും അങ്ങ് ഒരു ആശങ്കയുണ്ടായി. കാരണം ഇതൊരു വേറെ സ്ഥലമാണ്, വേറൊരു പ്ലേസാണ്, അതിനുള്ള പ്രൊവിഷൻ എവിടെയോ ഉണ്ടോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പാസ്റ്റർ താഴെ കിടക്കുന്നു. പാസ്റ്റർ സെഡ്രിക്, 73 വയസ്സുള്ള ദൈവദാസൻ. 1982 അദ്ദേഹം ഓസ്ട്രേലിയയിൽ വരുന്നത്, ഏകദേശം 45 വർഷങ്ങൾക്ക് മുൻപേ. 16-ാമത്തെ വയസ്സിൽ ഒരു ഗാങ്സ്റ്ററായിട്ടൊക്കെ നടന്നയാൾ ശ്രീലങ്കയിൽ വെച്ച് രക്ഷിക്കപ്പെടും. ദൈവം ശക്തമായിട്ട് കേരളത്തിൽ നിന്ന് ഉപയോഗിച്ച പാസ്റ്റർ PD ജോൺസൻ്റെ ശുശ്രൂഷയിൽ സ്നാനപ്പെടുന്നു, കർത്താവിനെ സ്വീകരിക്കുന്നു. വീട്ടിലെല്ലാവരും എതിരായിരുന്നു, എന്നാലും കർത്താവിന് വേണ്ടി നിന്നു. പിന്നത്തതിൽ തൻ്റെ ചെറുപ്പത്തിൽ ബാംഗ്ലൂരിൽ വന്ന് 1970s SABC ബൈബിൾ കോളേജിൽ പഠിച്ചു. ശുശ്രൂഷയ്ക്ക് വേണ്ടി ശ്രീലങ്കയിലേക്ക് തിരിച്ചുപോയി. ആ സമയത്താണ് ദൈവം ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് ഞങ്ങൾക്കത് മനസ്സിലാകുന്നു. ഓസ്ട്രേലിയയുടെ ഉണർവിന് വേണ്ടിയിട്ട്, ഇന്ന് അദ്ദേഹത്തിന് 73 വയസ്സുണ്ട്. ഓസ്ട്രേലിയയുടെ ഉണർവിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ കൊണ്ടുവന്നു എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പാസ്റ്റർ സെഡ്രിക്ക് താഴെ, എത്രയോ ഒരു സീനിയർ പാസ്റ്റർ, പ്രായമുള്ളൊരു പാസ്റ്റർ താഴെ കിടക്കുക. അപ്പം എനിക്ക് കൂടുതൽ ആശങ്കയും ഭയവുമായി. ഞാൻ പോയി കസേരയിലിരുന്നു. ആരെങ്കിലും മീറ്റിംഗ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആരും മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്നില്ല. ദൈവസാന്നിധ്യം വരുന്നു. പ്രത്യേകിച്ച് പാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഭയങ്കര പ്രസൻസ്, സാന്നിധ്യം. ആ സാന്നിധ്യത്തിനകത്ത് ജനം അങ്ങിരിക്കുന്നു, കരയുന്നു. മെൽബണിൽ, ഓസ്ട്രേലിയയിലൊന്നും ഇങ്ങനെ കോമൺ കാര്യമല്ല. നമ്മൾ മലയാളികൾ കേരളത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ നമുക്ക് കരയുന്നതോ ഇമോഷണൽ ആകുന്നതോ ഒക്കെ മനസ്സിലാക്കാം. പക്ഷേ ഓസ്ട്രേലിയ പോലുള്ള സ്ഥലത്ത് അങ്ങനെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലം അല്ല. ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു രാത്രി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ പെട്ടെന്നെടുത്ത് ഞാൻ തന്നെ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തു. കാരണം എനിക്ക് മനസ്സിലായി എന്തോ ഒരു അറ്റ്മോസ്ഫിയർ ഷിഫ്റ്റ് നടക്കുന്നു. കാരണം ഇങ്ങനെ മീഡിയയോ ക്യാമ്പല്ലേ, എല്ലാവരും കൂടി ഇരിക്കുന്നു. ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തു. കാരണം എൻ്റെ മനസ്സിൽ പറയാൻ തുടങ്ങി എന്തോ ഒരു മൂവ്മെൻറ്റ്. എനിക്ക് റിവൈവലാണെന്നൊന്നും മനസ്സിലായില്ലായിരുന്നു. എന്തോ ഒരു സ്പെഷ്യൽ കാര്യം സംഭവിക്കുന്നുണ്ട് ആ ഹോളിൻ്റെ അകത്ത്. അടുത്ത ദിവസം ശനിയാഴ്ചയായിരുന്നു ക്യാമ്പ്. ഞാൻ ഇന്നർ ഹീലിങ്ങിനെ കുറിച്ച് പറയാൻ കർത്താവ് പറഞ്ഞു. ഞാൻ ഇന്നർ ഹീലിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ആളുകൾ പൊട്ടിക്കരയാൻ തുടങ്ങി, അലറി കരയാൻ തുടങ്ങി. സാധാരണ ഞാൻ വീണ്ടും പറയുന്നു, ഓസ്ട്രേലിയയും US പോലുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ആളുകൾ ഇമോഷണൽ ആകത്തില്ല. മൾട്ടികൾച്ചർ ചേർച്ചാണ്, പൊട്ടിക്കരയും. ഒരു മോനോട് ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് പൊട്ടിക്കരയുന്നത്? അവൻ മലയാളിയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഫാദറിനെയും മദറിനെയും നഷ്ടപ്പെട്ടു. ബ്രോക്കണായിരുന്നു. ഒത്തിരി പേരെ കർത്താവ് ഹീൽ ചെയ്തതെന്ന്. വൈകുന്നേരത്തെ സെഷനിൽ വീണ്ടും ഇതുപോലെ മീറ്റിംഗ് നിർത്താൻ നോക്കാതെ ദൈവത്തിൻ്റെ ഗ്ലോറി. ആ ഗ്ലോറി ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഞാനൊരു പ്രവചനം പറഞ്ഞു എന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരികയാണ്, ഡാർവിനിൽ ഉണർവുണ്ടാകും. ഡാർവിൻ എൻ്റെ മനസ്സിൽ വരാനായിട്ടൊരു കാരണമുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ ഞാൻ അഡ്ലെയ്ഡിൽ പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ ഒരു മൾട്ടികൾച്ചർ ചർച്ച് ലീഡ് ചെയ്യുന്ന മലയാളി പാസ്റ്റർ പലരും അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ അഡ്ലെയ്ഡിൽ പോയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അബോർജിൻസിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഇൻഡിജീനിയസ് പീപ്പിൾ, ഫസ്റ്റ് നേഷൻ പീപ്പിൾ. അവർ വളരെ ഡിഫറൻ്റ് ആയിരുന്നു. നമ്മളെപ്പോലെയല്ല അവർ കാണാനിരിക്കുന്നത്. അവർ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ബാബു കുരുവിളെ ഞാൻ കണ്ടു. എനിക്കും അവരോട് വളരെ അറ്റാച്ച്മെൻറ്റ് തോന്നി, ആത്മഭാരം തോന്നി. നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ പോയാൽ പാവപ്പെട്ട ഗ്രാമക്കാരെ കാണുന്നത് പോലെ തന്നെ നമുക്കൊരു കമ്പാഷൻ ഫീൽ ചെയ്തു. അന്നത്തെ ആ 3 ദിവസത്തെ മീറ്റിങ്ങിന് ശേഷം അവിടുത്തെ ഒരു അമ്മച്ചി, ഞാൻ മറന്നുപോയി ആ അമ്മച്ചിയുടെ പേര്, അവർ മരിച്ചുപോയി പിന്നീട്. ആ അമ്മച്ചി പറഞ്ഞു, പാസ്റ്റർ, വി വോണ്ട് യു ടു കം ടു ഡാർവിൻ. ഡാർവിനിലാണ് ഞങ്ങളുടെ ഫാമിലീസ് എല്ലാം ഉള്ളത്.
നിങ്ങൾ ഡാർവിനിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡാർവിൻ എൻ്റെ മനസ്സിലുണ്ട്. ഡാർവിൻ എവിടെയാണെന്നും എനിക്ക് മാപ്പിൽ അറിയാം. പക്ഷേ ഡാർവിനിലൊരു ഇൻവൈറ്റ് ഒന്നും എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് ഇങ്ങനെ പ്രൊഫറ്റിക്കലി അറിയാതെ ഞാനങ്ങ് പറഞ്ഞുപോയി, ഡാർവിനിൽ ഒരു ഉണർവുണ്ടാകും. ഇത് പറയുകയും 1-2 പ്രാവശ്യം ഞാൻ പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ ഈ പാസ്റ്റർ ഫ്രണ്ടിൽ ഇരുന്ന് സെഡ്രിക് പാസ്റ്റർ അദ്ദേഹം ചാടി എഴുന്നേറ്റു എന്നെ സ്റ്റോപ്പ് ചെയ്തു എൻ്റെ മെസ്സേജ്. അപ്പോൾ ഞാൻ ഓർത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചത്. അദ്ദേഹം വന്ന് പെട്ടെന്ന് മൈക്ക് എടുത്ത് വളരെ ഇമോഷണലായി കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട്, ഞാനൊരു വിഷൻ കണ്ട കാര്യം ഞാനിവിടെ പറഞ്ഞിരുന്നു. ആ വിഷൻ ഇങ്ങനെയാണ്, നമ്മുടെ ചർച്ചിലൊരു ഉണർവുണ്ടാകും. മെൽബണിൽ മൾഗ്രേവിൽ ചർച്ചിലൊരു ഉണർവുണ്ടാകും. അത് ഓവർഫ്ലോ ചെയ്യും. ആ ഉണർവിൽ നിന്നും നമ്മൾ ഡാർവിനിലേക്ക് പോകും. അപ്പോൾ ഈ പ്രൊഫറ്റിക് വേർഡ് റിലീസ്ഡ് ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് അദ്ദേഹം റെസ്പോണ്ട് ചെയ്തു. പലപ്പോഴും ഉണർവുകൾ സംഭവിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മൾ ദൈവവചനത്തോടും പ്രവചനങ്ങളോടും നമ്മൾ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അദ്ദേഹം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് വേണ്ടിയിട്ടുള്ള പ്രവചനം. അപ്പോൾ ഈ സമയത്ത് ഞാനിങ്ങനെ ഒരു വിഷൻ കാണുകയാണ്, ഒരു പുസ്തകം. ഇദ്ദേഹം ഒരു പുസ്തകത്തിൽ പല കാര്യങ്ങളും എഴുതുന്നു. ആ പുസ്തകത്തെ അദ്ദേഹം ഇങ്ങനെ നീക്കി വയ്ക്കുന്ന ഒരു വിഷൻ കണ്ടു. എന്നാൽ ആ സമയത്ത് പരിശുദ്ധാത്മാ പറഞ്ഞു, ഇപ്പോൾ പബ്ലിക്കായിട്ട് അത് പറയേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സെഷന് വീണ്ടും നീണ്ടുപോയി. രാത്രി ഞങ്ങളിങ്ങനെ ഒരു ലേറ്റ് ഡിന്നർ കഴിക്കാനിരിക്കും. ഞാൻ പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്റർ, ഞാനൊരു പുസ്തകം കണ്ടു, നിങ്ങളിങ്ങനെ എഴുതും, നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു, എന്താണത്? വീണ്ടും അദ്ദേഹം കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു, ദൈവം എന്നോട് ഉണർവിനെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, വർഷങ്ങളോളമായി പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു പുസ്തകത്തിൽ എഴുതുമായിരുന്നു 2008 വരെ. എന്നാൽ ആ പുസ്തകത്തെ ഞാനിപ്പോൾ തള്ളി നീക്കി വെച്ചിരിക്കുക. കാരണം ഒന്നും സംഭവിക്കുന്നില്ല, റിവൈവൽ സംഭവിക്കുന്നില്ല, ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. അങ്ങനെ നിരാശനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ വർഷം 2026 ഈ ചർച്ചിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ തീരുമാനം. അദ്ദേഹം തുടങ്ങിയ ചർച്ച 52 വർഷമായി മിനിസ്ട്രിക്കകത്ത് അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മോളെ ഏൽപ്പിക്കാൻ ഇരിക്കുമ്പോഴാണ് ഈ പുസ്തകം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പുസ്തകത്തിൽ എഴുതാറില്ല, ടിഷ്യൂ പേപ്പറിൽ എഴുതും. കാരണം ഒന്നും സംഭവിക്കുന്നില്ല. സങ്കടവും ദേഷ്യവും നിരാശയും കാരണം കളയുകയാണ്, ഉണർവ് സംഭവിക്കാത്തത് കൊണ്ട്. ഓ മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എന്ത് വലിയ കാര്യമാണ് എൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്തത്. സൺഡേ മോർണിംഗ് ആയി, ഒരു നോർമൽ സർവീസായിരുന്നു. കാരണം എല്ലാവരും ധൃതിയായിരുന്നു പാക്ക് ചെയ്ത്. അപ്പോൾ ഇതിനിടയ്ക്ക് പാസ്റ്റർ അനൗൺസ് ചെയ്തു, നമ്മൾ ബീച്ചിൽ പോയി കളിയൊന്നുമില്ല, ഔട്ടിംഗ് ഒന്നുമില്ല, എല്ലാവരും ഈ ഒരു ഗ്ലോറി അറ്റ്മോസ്ഫിയറിൽ വന്ന് തന്നെ ഇരിക്കണം. അങ്ങനെ ആളുകളും അതിനോട് സഹകരിച്ചു. എപ്പോഴും ഒരു ചേർച്ചിലൊരു മൂവ് ഉണ്ടാകുവാൻ അവിടുത്തെ ആളുകൾ അതിൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൺഡേ ഞങ്ങൾ അവിടെ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പം എന്നെ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമൊക്കെ പെട്ട് തുടങ്ങി. കാരണം ഞാൻ ഗസ്റ്റ് സ്പീക്കറായിട്ട് വന്നില്ല. ഞാനും പലരെയും പരിചയപ്പെട്ടു. കുറേ ചെറുപ്പക്കാരുണ്ടെന്ന്, പലരും ബാംഗ്ലൂരിൽ നിന്നുണ്ട്, പല മലയാളികളുണ്ട്. ഞങ്ങളെല്ലാവരും കൊണ്ടൊരു ഫോട്ടോ എടുത്തു, ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ആ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി, സെൽഫിക്ക് വേണ്ടി പോസ് ചെയ്യുമ്പം ചിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കുന്ന ജേക്കബ് ബ്രദർ അങ്ങ് പറഞ്ഞു, ലെറ്റ്സ് ടുഗദർ സേ ഹോളി സ്പിരിറ്റ് റിവൈവൽ. അപ്പം ആ കൂടെ നിൽക്കുന്ന പിള്ളേർക്കൊന്നും ഹോളി സ്പിരിറ്റ് റിവൈവലിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ജേക്കബ് ബ്രദറിന് അറിയാം. ഹോളി സ്പിരിറ്റ് റിവൈവൽ എന്ന് പെട്ടെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞു. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അഭിഷേകത്തിൽ പറയുന്ന കാര്യങ്ങൾ പോലും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരുന്ന ദൈവമാണ്. ഞാൻ പുറകെ അവിടെ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ഓസ്ട്രേലിയൻ മനുഷ്യൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വളരെ ദേഷ്യത്തോടെ വരുന്ന പോലെ എനിക്ക് തോന്നി, ഹെൽമെറ്റൊക്കെ വെച്ചിട്ട്. അദ്ദേഹം ഇങ്ങനെ ദേഷ്യത്തിൽ എന്നെ നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു ഡീമൺ പൊസസ്ഡ് ആളാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിക്കുക, നീ ഒരു പാസ്റ്ററിൻ്റെ മോനാണെന്ന് ചോദിക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ അദ്ദേഹത്തെ നോക്കുന്നത്, അത്ര വലിയ മനുഷ്യനാണ്. എനിക്ക് തന്നെ ആൾറെഡി പൊക്കമുണ്ട്, ഞാനിങ്ങനെ അദ്ദേഹത്തെ നോക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളൊരു പാസ്റ്ററിൻ്റെ മകനാണോ? അദ്ദേഹം അങ്ങ് ഷോക്ക്ഡായി, പേടിച്ചതുപോലെ. അദ്ദേഹം പറഞ്ഞു, അതെ, എൻ്റെ ഫാദറാണ് ഇവിടെ ബില്ലി ഗ്രഹാമിനെ ഓസ്ട്രേലിയയിൽ ഹോസ്റ്റ് ചെയ്തത്. എന്നാൽ ഞാനിപ്പോൾ ഡ്രഗ്സിനും ഇതിനൊക്കെ അടിമത്തത്തിലാണ്. ഒരു 50 വയസ്സ് വരെ, 50-55 വയസ്സെങ്കിലും വരും. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആ റോഡിൽ നിന്നും പ്രാർത്ഥിച്ചു. പണ്ടൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്തിലെ ഡിമോണിക് പവർ ബ്രേക്ക് ആയാൽ ആ സ്ഥലത്തിലെ റിവൈവൽ ബ്രേക്കൗട്ടാവും. പൗലോസ് പോയപ്പോൾ ആ പെൺകുട്ടിയുടെ മേലുണ്ടായിരുന്ന ദുരാത്മാവ് പോയപ്പോൾ ആ സ്ഥലം മുഴുവൻ റിവൈവൽ സംഭവിച്ചു. യേശു ലേക്ക് ക്രോസ് ചെയ്ത് ഗനസരത്തിലേക്ക് പോയപ്പോൾ റിവൈവൽ സംഭവിച്ചു.
എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചു, നമുക്കത് മനസ്സിലാകുന്നില്ലായിരുന്നു. അന്ന് വൈകുന്നേരം 2 മണിക്കൂർ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഞങ്ങൾ മെൽബണിൽ, ജനുവരി 18 മെൽബണിൽ ഞങ്ങൾ ഈ ഭവനത്തിലെത്തി, ഡ്രസ്സ് മാറി. ഈ ചർച്ചിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പബ്ലിക് മീറ്റിംഗ്, അന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് വെച്ചിരുന്നു 6 മണി മുതൽ. ആ മീറ്റിങ്ങിൽ ഞാൻ പോയി ഇങ്ങനെ മിനിസ്റ്റർ ചെയ്തപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര സാന്നിധ്യം അങ്ങ് മൂവ് ചെയ്തു. ആ സാന്നിധ്യം ഞാൻ മൂവ് ചെയ്തു. ഞാൻ പറയുകയാണ്, an atmosphere for revival is being set here. Come on, tap into it എന്ന് പറയുക. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, നമ്മളൊരു പ്രവാചകനല്ല എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പറയുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണ്. എൻ്റെ മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അടുത്ത ദിവസം മുതൽ ഒരു റിവൈവൽ ആകും എന്നുള്ളത്, അന്ന് റിവൈവൽ ബ്രേക്ക് ഔട്ട് ആവുക എന്നുള്ളത്. ഞാനങ്ങനെ ഒരു വളരെ ആത്മസാന്നിധ്യം നിറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ ഞാനും വിൽഫിയും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ചർച്ചിലെ സീനിയർ പാസ്റ്റർ ഫ്രണ്ടിലോട്ട് വന്ന് മുട്ടുമടക്കി ഓൾട്ടറിൽ അങ്ങ് മുട്ടുകുത്തി. പരിശുദ്ധാത്മാവിനോടുള്ള സെൻസിറ്റിവിറ്റി ഭയങ്കര ആവശ്യമാണ് നമുക്ക്. നമ്മളെ റൈറ്റ് ട്രാക്കിലേക്ക് അത് കൊണ്ടുപോകും. അദ്ദേഹം കരയാൻ തുടങ്ങി. പെട്ടെന്ന് അറ്റ്മോസ്ഫിയർ മാറി. കാരണം ഇന്ത്യയിൽ നിന്നും വന്ന ഒരു ദൈവദാസൻ, കൂടെ വിൽഫി ശുശ്രൂഷിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്തു. പലപ്പോഴും നമ്മുടെ റെസ്പോൺസാണ് കീ. അദ്ദേഹം ഓൾട്ടറിലോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുറകെ വന്നു, ലീഡേഴ്സ് വന്നു. അറ്റ്മോസ്ഫിയർ മാറി, നിറഞ്ഞ ദൈവസാന്നിധ്യമായി. 9 മണിക്ക് തീരേണ്ട മീറ്റിംഗ് 10:30 ആയപ്പോൾ ഞാൻ മൈക്ക് കൊടുത്തു. ഭയങ്കര ദൈവസാന്നിധ്യം. ഞാനിങ്ങനെ ആ ചെയറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പം ഈ ദൈവദാസൻ എന്നോടൊന്ന് ചോദിക്കുക, ക്യാൻ വി ഡു ഇറ്റ് ടുമോറോ ഓൾസോ? നമുക്ക് ഈ മീറ്റിംഗ് നാളെ കൂടെ ചെയ്യാമോ? യഥാർത്ഥത്തിൽ ഈ ചർച്ചിൻ്റെ കൂടെ, ക്ലീറ്റൺ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ കൂടെ എൻ്റെ ലാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നത്. അടുത്ത മൺഡേ ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുമായിരുന്നു. ഇവിടെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കാണാൻ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുകയും മെൽബണൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം. വെനസ്ഡേ എനിക്ക് കാൻബറയിൽ മീറ്റിംഗ് ഉള്ളൂ. പിന്നെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ മെൽബൺ, അടുത്ത ദിവസങ്ങളിൽ അഡ്ലൈഡ്, അത് കഴിഞ്ഞ് തിരിച്ചു പോവുക. ഷോർട്ട് ട്രിപ്പായിരുന്നു. എന്നാൽ പാസ്റ്റർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, യെസ് വി ക്യാൻ. അടുത്ത ദിവസം പ്രാർത്ഥിച്ചു, മീറ്റിങ്ങിന് വന്നു. ആ മീറ്റിംഗ് ഇതുപോലെ നീണ്ടുപോകുന്നു, ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങി. 3-ാമത്തെ ദിവസമായപ്പോൾ ചർച്ച് മുഴുവൻ ആളുകളാണ്. ഇപ്പം എനിക്ക് മനസ്സിലായത് റിവൈവൽ ആവുക. ബാംഗ്ലൂരിൽ സംഭവിച്ചതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഇവിടെ? കർത്താവ് പറഞ്ഞു, ഡെയിലി ഈവനിങ്, വൈകുന്നേരം. ഇതെല്ലാം പാസ്റ്ററിനോടും പരിശുദ്ധാത്മാവ് പറയുക. അങ്ങനെ ആരംഭിച്ച ആ ഉണർവ് ഇന്ന് സൺഡേ ആകുമ്പോൾ 4 ആഴ്ച കഴിഞ്ഞു. ഓൾമോസ്റ്റ് 1 മാസമായിട്ട് എവ്രി നൈറ്റ് 200 മുതൽ 250, സൺഡേസും സാറ്റർഡേസും ഓവർഫ്ലോ വന്നാൽ 300-350 പേര് ആ ഹോളിൻ്റെ അകത്ത് വരികയാണ്. അത് ഓസ്ട്രേലിയയിലൊന്നും ഇന്ത്യക്കാരുടെ മീറ്റിങ്ങിൻ്റെ അകത്തോ ഒരു ശ്രീലങ്കൻ ചർച്ചിൻ്റെ പാസ്റ്ററിൻ്റെ ചേർച്ചിൻ്റെ അകത്തോ ഒന്നും കണ്ടുവന്ന സംഭവമല്ല. റിവൈവൽ അല്ലാതെ ആരും ഓസ്ട്രേലിയയിൽ വീക്ക് ഡേയ്സിൽ വരത്തില്ല. ദൈവം അത് ചെയ്തു. ബാംഗ്ലൂരിൽ നടന്ന ഹോളി സ്പിരിറ്റ് റിവൈവലിൻ്റെ അടുത്തൊരു ചലനം പരിശുദ്ധാത്മാവ് ഇവിടെ അയച്ചു. എനിക്ക് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം ഞാൻ റിവൈവൽ 2014 മുതൽ ആഗ്രഹിച്ചു തുടങ്ങി. 10 വർഷം പ്രാർത്ഥിച്ചു. 2014 ദൈവം അത് അനുഭവിപ്പിച്ചു. ഞാൻ ഓർത്തു, ഒരാളുടെ ആയുഷ്കാലത്തിൽ ഒരിക്കലും റിവൈവൽ അനുഭവിക്കാൻ ഒക്കത്തുള്ളൂ എന്ന്. ഒരു റിവൈവൽ ബ്രേക്ക് ഔട്ട് ആവുന്ന ഒരു മൊമെൻ്റാണ്. അതൊരിക്കലും മറക്കാൻ ഒക്കത്തില്ല. ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിൽ പ്രസവിച്ച് വെളിയിലോട്ട് കൊണ്ടുവരുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. എൻ്റെ 4 കുഞ്ഞുങ്ങളെയും ആ ഡോക്ടർ എൻ്റെ കയ്യിലേക്ക് തരുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കലും എൻ്റെ മെമ്മറിയിൽ നിന്ന് അത് ഫെയ്ഡ് ആകത്തില്ല. അതുപോലെയാണ് ഉണർവ് എന്ന ബേബിയെ പരിശുദ്ധാത്മാവാം ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. അങ്ങനെ 2 എണ്ണം കാണുവാൻ ദൈവം എൻ്റെ കണ്ണുകൾക്ക് ഭാഗ്യം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത്രത്തോളം എന്നെ സ്നേഹിപ്പാൻ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന് വിടുവാൻ ഞാനും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ചേർച്ചും ഒക്കെ എന്തുള്ളൂ കർത്താവ്? കർത്താവിനോട് ഇത്രയേ പറഞ്ഞുള്ളൂ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ലൈഫിൽ ഒത്തിരി ഫ്ലോസ് ഇപ്പോഴുമുണ്ട്. ഞാൻ 100% ഹോളിയോ പെർഫെക്റ്റോ അല്ല. എനിക്ക് വീഴ്ചകളുണ്ട്, എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് ചില ബലഹീനതകളുള്ളത് അങ്ങേക്ക് മാത്രമേ അറിയത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, എനിക്കറിയാം, എന്നാലും എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടം. ഐ ലവ് യു സോ മച്ച്. ഞാൻ കർത്താവിനോടും പറഞ്ഞു, ഐ ടു ലവ് യു സോ മച്ച്. നിങ്ങളെൻ്റെ ചേർച്ച് ഫോളോ ചെയ്യുന്ന ആളായിരുന്നുവെങ്കിൽ
ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുന്ന പാട്ടുകൾ ഇൻറ്റിമസിയുടെ പാട്ടുകളാണ്. വർഷങ്ങളോളമായിട്ട് പാടുന്നു. റിവൈവലിന് മുന്നേ ഞാൻ പാടുമായിരുന്നു. മലയാളത്തിൽ പോടുമായിട്ട് ഞാൻ പാടുമായിരുന്നു. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ. ബൈ ദ വേ, ആ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ആ പാട്ടെഴുതിയ ദൈവദാസൻ്റെ കൊച്ചുമകൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അദ്ദേഹം ഒരു വലിയ റോള് പ്ലേ ചെയ്തു. ഇദ്ദേഹം ഒരു ഉണർവ് കൊതിക്കുന്ന ദൈവദാസനായിരുന്നു. ഇദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം ഇവരെല്ലാ വെനസ്ഡേയും റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പട്ടണം മുഴുവൻ നടന്നു പ്രാർത്ഥിച്ചു. ഞാനായിരിക്കുന്ന സ്ഥലം മൾഗ്രേവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗ്രേവ്, ശവക്കോട്ടയുണ്ട്, വലിയൊരു ശവക്കോട്ടയുണ്ട് ഇവിടെ. മെൽബണിന് ചുറ്റും നടന്നു പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാവിലെ 5 മണിക്ക് നടക്കാൻ തുടങ്ങി, വൈകുന്നേരം വരെ നടന്നു പ്രാർത്ഥിച്ചു. റിവൈവൽ ഇസ് എ കോസ്റ്റ്ലി തിങ്, ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ടു ദോസ് ഹു റിയലി തേഴ്സ്റ്റ്. ആ പാസ്റ്റർ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുക. 16 വർഷം മുൻപേ അദ്ദേഹത്തിൻ്റെ മകൾ സൂസി, അദ്ദേഹത്തിൻ്റെ 3 മക്കളാണ്, ജോന്ന, സൂസന്ന, ഡേവിഡ്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സഹായിച്ച 2 ഭക്തരുടെ പേരാണ് ജോന്നയും സൂസന്നയും. പാസ്റ്റർ സ്നേഹത്തോടെ സൂതി എന്നാണ് വിളിക്കുന്നത്. സൂതി ഒരു പാട്ടെഴുതി, സെൻ റിവൈവൽ, 16 വർഷങ്ങൾക്ക് മുൻപേ. യൂട്യൂബിലുണ്ട് ആ പാട്ട്. ക്ലേറ്റൺ സെൻ റിവൈവൽ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ ആ പാട്ട് കാണാൻ പറ്റും. 16 വർഷം. അപ്പോൾ റിവൈവലിന് വേണ്ടി ദാഹിച്ചു, കൊതിച്ചു. റിവൈവലിൻ്റെ പ്രവചനം ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഒരു സ്പാർക്ക് പോലെ ആയിരിക്കാം ഒരു പക്ഷേ കർത്താവ് എന്നെയും വിൽഫിയെയും ദൈവമേ ഉണർവിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നത്. വിശ്വസിക്കാൻ കഴിയാത്ത കഴിഞ്ഞ 1 മാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരിക്കലും എൻ്റെ ചേർച്ചിൽ നിന്നും 1 മന്ത് മാറി നിന്നിട്ടില്ല. മാക്സിമം ഞാൻ മാറിയ 3 വീക്സാണ്. അതും നേരത്തെ ഓസ്ട്രേലിയ വന്നപ്പോൾ തന്നെ. US പോയാൽ 2 വീക്സ്. റിവൈവൽ കഴിഞ്ഞ ശേഷം ഞാൻ 1 സൺഡേ മാത്രമേ മിസ് ചെയ്യത്തുള്ളായിരുന്നു. പെട്ടെന്ന് തിരിച്ചു 3 ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി. ബൈ ദ വേ, ഈ സമയത്ത് ഞാൻ US ഉള്ള 3 ദിവസത്തെ മീറ്റിങ്ങിൽ പ്രസംഗിക്കേണ്ടതായിരുന്നു. ഫീനിക്സിൽ 3 ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി മാത്രമായിരുന്നു ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ 1 മന്തായിട്ട് ഈ റിവൈവലിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുക. ഓരോ ദിവസവും ദൈവസാന്നിധ്യം വർദ്ധിക്കുന്നു. മൾട്ടി കൾച്ചർ ആളുകൾ, ഇന്ത്യൻസ്, ശ്രീലങ്കൻസ്, ഇവിടുത്തെ ഓസ്ട്രേലിയൻസ്, ന്യൂസിലൻഡേഴ്സ്, കുക്ക് ഐലൻഡ്, ഫിജി, പല രാജ്യക്കാർ കൊതിയോടുകൂടെ വന്ന് ദൈവസാന്നിധ്യത്തിലിരിക്കുകയാണ്. ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ രാത്രി ഇവിടെ വന്ന് എനിക്കൊരു നല്ല റൂം ജേക്കബ് ബ്രദർ തന്നിട്ടുണ്ട്. ജേക്കബ് ബ്രദറും റിങ്കു സിസ്റ്ററും എന്നെ കഴിഞ്ഞ 1 മാസമായിട്ട് എന്നെ ടേക്ക് കെയർ ചെയ്യുക. വളരെ നല്ലതായിട്ട് എന്നെ ടേക്ക് കെയർ ചെയ്യുക. ഞാൻ ആ റൂമിൽ ആ ബെഡിൽ വന്ന് കരയും. ദൈവത്തിനോട് സ്നേഹം, ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട്. മനുഷ്യമായിട്ട് ചിന്തിച്ചാൽ ബാംഗ്ലൂർ ചർച്ച് വിട്ട് നിൽക്കുക, ഫാമിലിയെ 1 മാസമായിട്ട് വിട്ട് നിൽക്കുക. എൻ്റെ തിയോക്ലിയ ബേബിയെ ഞാൻ ഇപ്രാവശ്യമെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ബാക്കി 3 കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് വേണ്ടതുപോലെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴും ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഈ ബേബിയെങ്കിലും എനിക്കൊന്ന് നന്നായിട്ട് കാണണം, എൻ്റെ കൂടെ വളരുന്നതായിട്ട്. അവളുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേറ്റസൊക്കെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ അവളെ അല്ല കാണേണ്ടത്, നീ എന്നെയാണ് കാണേണ്ടത്. ഇവിടെ വന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടാണ് ഷോ മീ യുവർ ഫേസ്. ഷോ മീ യുവർ ഫേസ് ലോർഡ്, ഷോ മീ യുവർ ഫേസ്. ബ്യൂട്ടിഫുൾ പാട്ട്, ബ്യൂട്ടിഫുൾ പാട്ട്. കർത്താവിൻ്റെ മുഖം കാണാൻ 2 കൊരിന്ത്യർ 4:6 പറയുന്നു, അവൻ്റെ മുഖത്താണ് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പരിജ്ഞാനം. ഗ്ലോറിയെക്കുറിച്ചായിരുന്നു മെസ്സേജ്. ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഓരോ ദിവസവും എനിക്ക് ഹൈ റെവലേഷൻ കർത്താവ് തരികയാണ്. ഓസ്ട്രേലിയക്കാരൊക്കെ ഒത്തിരി പ്രസംഗം കേൾക്കുന്നവരാണ്. അവരുടെ ഇടയിൽ വന്ന് ദാവീദ് ഗോലിയാത്തിനെ കൊന്നുവെന്നും മോശ ചെങ്കടലിനെ 2 പ്രസംഗിച്ചിട്ട് പോകാനൊക്കത്തില്ല. കർത്താവ് റെവലേഷൻസ് നൽകാൻ തുടങ്ങി. അത് റിവൈവലിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് ഒരാഴ്ച മുന്നോട്ട് പോയി. ഞാൻ ഓർത്തു ഓക്കെ കഴിയുമായിരിക്കും. പാസ്റ്റർ പറഞ്ഞില്ല, നമ്മൾ വീണ്ടും ഒരാഴ്ച മുന്നോട്ട് പോവുക. മീറ്റിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ മെൽബണിലുള്ള സിറ്റി റിവൈവൽ ചർച്ചിനെ ഓർത്ത് പാസ്റ്റർ ദിൻകറും ടീമും അവരെല്ലാ മീറ്റിങ്ങും ക്യാൻസൽ ചെയ്ത് അവരുടെ ഒത്തിരി പേര് ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുകയാണ്. ഒരു ഇൻസെക്യൂരിറ്റിയും ഇല്ലാതെ. ഇത് ഉണർവാണ് പ്രിയർ. ഇതൊരു ചർച്ചിൻ്റെ മീറ്റിങ്ങിൽ, ഇത് റിവൈവലാണ്. ബാംഗ്ലൂരിൽ അതാണ് സംഭവിച്ചത്. പാസ്റ്റേഴ്സ് വന്നിരുന്നു, വർഷിപ്പ് ലീഡേഴ്സ് വന്നു, ചേർച്ചസ് വന്നിരുന്നു. 2ാമത്തെ ആഴ്ച ആയപ്പോൾ എനിക്ക് വളരെ ടെൻഷൻ തോന്നാൻ തുടങ്ങി. ഇതെന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇത് മുന്നിലോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല എന്നുള്ളത്. അപ്പോഴേ കർത്താവ് എന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ സംഭവിച്ച് ശമരിയ പട്ടണത്തിൽ ഉണർവുണ്ടായി. എന്നാൽ ഫിലിപ്പോസ് ഉടനെ പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചതുപോലെ ഞാൻ പെട്ടെന്ന് തന്നെ പാസ്റ്റർ ഫിന്നി സ്റ്റീഫനെയും പാസ്റ്റർ റൈസൺ തോമസിനെയും വിളിച്ചു. ദൈവം എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടെല്ലാം സെറ്റ് ചെയ്തിരുന്നത്.
ഹോളി സ്പിരിറ്റ് റിവൈവലിൽ ഞങ്ങളെ 3 പേരെയാണ് ഒരുമിച്ച് കൂടുതൽ ദിവസങ്ങൾ ഉപയോഗിച്ചത്. പാസ്റ്റർ രാജേഷ് ഏലപ്പാറ, ടിജോ പാസ്റ്റർ, ഡോക്ടർ ജോൺ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ ദിവസം ഒരുമിച്ച് നിർത്തിയത് ഞങ്ങൾ 3 പേരാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഞങ്ങൾക്ക് 3 പേർക്കും കോമൺ ആയിട്ടുണ്ടായിരുന്ന വിസയും ഓസ്ട്രേലിയ. കാനഡ ഞങ്ങൾക്ക് 3 പേർക്കും കോമൺ ആയിട്ടില്ല. US ഞങ്ങൾക്ക് 3 പേർക്കും കോമൺ ആയിട്ടില്ല. എന്നാൽ ഓസ്ട്രേലിയ ഞങ്ങൾക്ക് 3 പേർക്കും കോമൺ ആയിട്ടുണ്ട് താനും. അപ്പം ദൈവം എങ്ങനെ ഇതെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ഞാൻ ചിന്തിക്കുക. ഈ മാസം ഫെബ്രുവരി മാസം 12-ാം തീയതി ഒരു എൻഗേജ്മെൻറ്റ് നടത്താൻ റൈസൻ ബാസിൻ്റെ ടിക്കറ്റ് ഓൾറെഡി ഇങ്ങോട്ട് ബുക്ക്ഡാണ്. റിവൈവൽ വന്നപ്പോൾ ഞാനവരെ വിളിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ അയച്ചു. പാസ്റ്റർ റൈസൻ വന്ന് മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ റിവൈവലിൻ്റെ ലെവല് മാറിപ്പോയി. വളരെ ഒരു ഹയർ ലെവലിലേക്ക് പ്രസൻസും ഇൻറ്റിമസിയും ഹോളി സ്പിരിറ്റിലേക്കും പോയി. പാസ്റ്ററിൻ്റെ മകൻ്റെ പേരാണ് ഡേവിഡ്. ഇവിടുത്തെ പാസ്റ്റർ നോർമൽ പേഴ്സണായിരുന്നു. പാസ്റ്റർ റൈസൻ മിനിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ രാത്രി അവൻ ഡ്രം വായിക്കും. അവനൊരു 10 വയസ്സുള്ളൊരു മോനും 8 വയസ്സുള്ളൊരു മോളും ഉണ്ട്. പാസ്റ്റർ റൈസൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഡ്രം വായിക്കുന്ന കൂട്ടിലോട്ട്, ആ കേജിലോട്ട്. അപ്പോൾ അവനങ്ങ് പേടിയായി. തുറച്ചു നോക്കും റൈസൻ പാസ്റ്റർ. പിന്നീട് റൈസൻ പാസ്റ്റർ പറഞ്ഞു, ഞാനോട്ട് ദൂതനെ കാണുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് റൈസൻ പാസ്റ്റർ അവനെ ഇങ്ങ് വിളിച്ചു. കാരണം ദൂതൻ എന്തിനാ അവൻ്റെ അടുത്ത് നിൽക്കുന്നതെന്നുള്ളത് അവനിങ്ങ് വിളിച്ചു. അവൻ മുന്നോട്ട് വരികയും റൈസൻ പാസ്റ്റർ പ്രാർത്ഥിക്കുകയും അവനങ്ങ് താഴെപ്പോയി. അവൻ അങ്ങനെ ഒന്നും ഇമോഷണലി ചെയ്യുന്ന ആളല്ല. അവൻ്റെ റിസർവ്ഡ് ക്യാരക്ടറാണ്. 1.5 മണിക്കൂർ ആ സ്റ്റേജിൽ കിടന്ന് വിറച്ചത്. ഷിവർ ചെയ്യുക പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ. 1.5 മണിക്കൂർ കഴിഞ്ഞ് അവൻ എഴുന്നേറ്റപ്പോൾ അവൻ ആൾമാറിയ മനുഷ്യനായിട്ട് എഴുന്നേറ്റ്. അവൻ തറയിൽ കിടന്ന ഈ അനുഭവം കണ്ട് പാസ്റ്ററിൻ്റെ വൈഫ് മാലി ആൻറ്റി ഇരുന്ന് കരയുക. കാരണം അവൻ ഒരിക്കലും കർത്താവിൻ്റെ വേല ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയ ആളാണ്. എന്നാൽ മാലി ആൻറ്റി പണ്ടൊരു ദർശനം കണ്ടിട്ടുണ്ട്. അവൻ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നു. അപ്പം അന്ന് രാവിലെ സൺഡേ സർവീസിൽ ഞാൻ അറിയാതെ ഡേവിഡിനെ നോക്കി പറഞ്ഞു, ഡേവിഡ്, 1 day you will stand on this stage and preach. അന്ന് രാത്രിയാണ് റൈസൻ പാസ്റ്ററിൻ്റെ സെഷനിലെ എൻകൗണ്ടർ ഉണ്ടാകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ, ഇപ്പോൾ കുറച്ച് മുന്നേ ഡേവിഡ് എന്നോട് സംസാരിക്കുമായിരുന്നു. ഡേവിഡ് പറയുമായിരുന്നു, പാസ്റ്റർ എവ്രി ഡേ വരിക ഡേവിഡ്. ഇതിലൊന്നും സഹകരിക്കാത്ത പാസ്റ്ററിൻ്റെ മകനായിരുന്നു. ട്രാൻസ്ഫോർമേഷൻ ബാംഗ്ലൂർ സംഭവിച്ചതുപോലെയാണ്. നിങ്ങൾ ഓർക്കുന്നില്ല, ബാംഗ്ലൂരിൽ ഉണർവ് സംഭവിച്ച ഒത്തിരി ചെറുപ്പക്കാർ വന്നിരുന്നു. ആ ചെറുപ്പക്കാരെല്ലാം പാസ്റ്റേഴ്സിൻ്റെ മക്കളായിരുന്നു. ദൈവത്തിന് പ്രയോജനപ്പെടാത്ത ഒത്തിരി പേര് അതിൻ്റെ അകത്ത് വന്നു. ഫിനി പാസ്റ്റർ വന്നു, ശുശ്രൂഷകൾ മുൻപിലേക്ക് പോയി. ഓരോ ദിവസം കഴിയും തോറും ഓരോ യുണീക്ക് വേയിലാണ്. ചില ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മേൽ കൊച്ചു കുഞ്ഞുങ്ങളിരുന്ന് കരയുക. ഇനി ചിലരൊക്കെ പറയും, അവർ ചിലപ്പോൾ കണ്ട് കരഞ്ഞതായിരിക്കും, കേട്ട് പറഞ്ഞ് അന്യഭാഷയൊക്കെ പറയുന്നതായിരിക്കും. ഇന്നലെ ഒരു ടെസ്റ്റിമണി അവർ പറയുകയുണ്ട്, സ്കൂളിൽ പോയി ആ കുഞ്ഞ് കരയുക. സ്കൂളിൽ ആരെ കണ്ടിട്ടാണ് കരയുന്നത്? 8 വയസ്സുള്ളൊരു മോള് പറയുക, എൻ്റെ തലയിൽ ഫയർ ഉള്ളതുപോലെ തോന്നുമോ മമ്മി? ആ കുഞ്ഞ് രാത്രി മമ്മി എഴുന്നേപ്പിച്ചു. 11 മണിക്കൂർ നമുക്ക് വർഷിപ്പ് ചെയ്യാം. 2 മണിവരെ മമ്മിയും ആ കുഞ്ഞോട് വർഷിപ്പ് ചെയ്തു. റിവൈവലാണ്. പാസ്റ്ററിനോട് പറഞ്ഞു, ആദ്യത്തെ ആഴ്ച 2 കുടുംബങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിന്നവർ ഒരുമിച്ച് സ്നേഹത്തിലായി. ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ്, ഹീലിംഗ് മിറക്കിൾസ്. ശ്രീലങ്കൻസ് ഒത്തിരി ബ്രോക്കൺ ലേഡീസ് കർത്താവിനെ അന്വേഷിച്ച് വന്നു. ഇതെല്ലാം കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനല്ലാതെ വേറെ ഒന്നും ചെയ്യാനോ പറയാനോ കഴിയുന്നില്ല. ചില ദിവസങ്ങളിൽ ആത്മസാന്നിധ്യം നിറഞ്ഞു വന്ന് ആളുകൾക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയുന്നില്ല, മീറ്റിംഗ് നടത്താൻ കഴിയുന്നില്ല. കീബോർഡോ പാട്ടോ ഒന്നുമില്ല, ലൈവും ഇല്ല. ലൈവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ ആളുകൾ തറയിൽ കിടക്കുമോ ചർച്ചിൽ, ആത്മസാന്നിധ്യത്തിൻ്റെ അകത്ത് ദർശനങ്ങൾ കാണുന്നു. ചിലരുടെ ലൈഫ് പ്യൂരിഫൈഡ് ആകുന്നു. അങ്ങനെ ഓസ്ട്രേലിയയിൽ ഹോളി സ്പിരിറ്റ് റിവൈവൽ മെൽബണിൽ സംഭവിച്ചു. വളരെ ദൂരത്ത് നിന്നും ഒത്തിരി പേര് വന്നു. പെർത്തിൽ നിന്നും ആളുകൾ വന്നു, സിഡ്നിയിൽ നിന്നും വന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ വന്നൊരു സ്ഥലമാണ് വാഗ. 8 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്നു. ബാംഗ്ലൂരിൽ നമ്മൾ എന്ത് കണ്ടോ അത് വീണ്ടും ഇവിടെ കാണുകയാണ്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, റിവൈവൽ പരിശുദ്ധാത്മാവ് തുടങ്ങിയാൽ അതാർക്കും തടുക്കാൻ കഴിയത്തില്ല. 30 ദിവസം കഴിഞ്ഞു ഓൾമോസ്റ്റ്. നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ സൺഡേ സർവീസ് കഴിഞ്ഞ് ഞാനിവിടെ വന്നിരിക്കുക. ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നു. ഇവിടുത്തെ സർവീസ് 10:30 മുതൽ 12 മണി വരെ. ഇന്ന് സർവീസ് തീർന്നു 1 മണിക്കാണ്. ആർക്കും പോകണ്ട. സാന്നിധ്യത്തിനകത്തിരിക്കുക. ഭയങ്കര സ്നേഹമായിരുന്നു ചർച്ചിൻ്റെ അകത്ത് നിന്ന്. പാസ്റ്ററിനെയും ആൻറ്റീനെയും ഒക്കെ എല്ലാവരും കെട്ടിപ്പിടിച്ചു.
പാസ്റ്ററിൻ്റെ 3 മക്കൾക്ക് സ്പർശനം ലഭിച്ചു, കുഞ്ഞുങ്ങൾക്ക് സ്പർശനം ലഭിച്ചു, കൊച്ചുമക്കൾക്ക് സ്പർശനം ലഭിച്ചു. ഞാൻ താമസിക്കുന്ന ജേക്കബ് ബ്രദറിൻ്റെ മകൻ ഡാനിയൽ ദൂതന്മാരെ കണ്ടു. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ കള്ളം പറയും? ഐ ഡോണ്ട് തിങ്ക് ദേ ക്യാൻ സേ ഇറ്റ്. ദൂതന്മാരെ കാണും ഈ കുഞ്ഞുങ്ങൾ. ബാംഗ്ലൂരിൽ സംഭവിച്ച ഇതുപോലെയായിരുന്നു. എൻ്റെ മകൻ പോൾ ആദ്യം ദൂതനെ കണ്ടു. സെയിം ഇവിടെ സംഭവിക്കുക. ആകെയുള്ള ഡിഫറൻസ് അവിടെ 24/7, ഇവിടെ പെൻസക്കോള റിവൈവൽ പോലെ എവറി ഡേ നൈറ്റ്. ഓരോ ആഴ്ച കഴിയുമ്പോഴും പാസ്റ്റർ പറയും, പാസ്റ്റർ അനീഷ് ലെറ്റ്സ് ഗോ ഫോർവേഡ്. ഭയങ്കര സ്നേഹം പാസ്റ്റർ എന്നോട്. ഇപ്പോൾ ഈ 1 മാസം കൊണ്ട് ഞാനിവിടെ ഒരു ഗസ്റ്റാന്ന് പോലും എനിക്ക് തോന്നില്ല. അത്ര സ്വാതന്ത്ര്യം എനിക്ക് ആ ചർച്ച തന്നു. ആരും തരത്തില്ല. ഡേവിഡ് പറയുകയായിരുന്നു, മൈ ഡാഡ് നെവർ ഗിവ്സ് ദ സ്റ്റേജ് ലൈക്ക് ദിസ് ടു എനി വൺ. ഹി ഈസ് വെരി കൺസർവേറ്റീവ് അബൌട്ട് ഇറ്റ്. ബട്ട് ദ വേ ദാറ്റ് ഹി ഈസ് ഗിവിംഗ് ഇറ്റ് ടു പാസ്റ്റർ അനീഷ് ഇറ്റ് സെൽഫ് ഇസ് എ മിറക്കിൾ. പരിശുദ്ധാത്മാവ് യോജിപ്പിച്ചു. ഒരു പരിചയമില്ല. എനിക്ക് പാസ്റ്ററിനെ അറിയത്തില്ല. എനിക്കാകെ ജേക്കബ് ബ്രദറിനെ അറിയത്തുള്ളൂ. പക്ഷെ ഭയങ്കര സ്നേഹം. ഞങ്ങളിന്ന് 3 പേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാനും പാസ്റ്ററും മമ്മിയും കരയുകയായിരുന്നു. ഞാനതെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഗ്ലോറി ആഗ്രഹിക്കണം, ആത്മസാന്നിധ്യം ആഗ്രഹിക്കണം. വെറുതെ ഒരു ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിങ്ങിൽ നിൽക്കരുത്. നമ്മളൊരു സാധാരണ സുവിശേഷ യോഗത്തിൽ സന്തോഷിച്ച് തിരികെ പോകരുത്. അതിൽ മേലെ കർത്താവ് നമുക്ക് അനുഭവം തരണം. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഒത്തിരി വർഷമായിട്ട് ഇപ്പോൾ സുവിശേഷം കേട്ടവരാ, രക്ഷിക്കപ്പെട്ടവരാ, അഭിഷേകം പ്രാപിച്ചവരാ. നമുക്കിനി വേണ്ട ദൈവമഹത്വമാണ്. ദൈവമഹത്വം പ്രാപിക്കണം, അനുഭവിക്കണം. അതാ ഏതേൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത്. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി ഈ ഓൾമോസ്റ്റ് 1 മന്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നന്ദി പറയുന്നു. ബാംഗ്ലൂർ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു സാമാന്യ നല്ലൊരു വലിയ ചേർച്ചിൻ്റെ പാസ്റ്ററല്ലേ കർത്താവ് ഇപ്പോൾ എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ആ ചർച്ചിനെ ബ്യൂട്ടിഫുള്ളായിട്ട് ദൈവം ഓടിക്കുക. അസോസിയേറ്റ് പാസ്റ്റേഴ്സിൻ്റെ മേൽ ദൈവം കൃപ കൊടുത്തു. ഞാൻ ഇത്രയും ചേർച്ചിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ചേർച്ചിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. കുടുംബത്തെ മിസ് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും. എൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് കൃപ നൽകി. ഉണർവ് കാണുവാൻ, ഉണർവ് അനുഭവിക്കുവാൻ, ഉണർവ് വഹിക്കുവാൻ ദൈവം കൃപ നൽകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? എനിക്ക് വേണ്ടി നിങ്ങൾ അധികമായിട്ട് പ്രാർത്ഥിക്കുമോ? ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമോ? റിവൈവലിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന പാസ്റ്റർ സെഡ്രിക് ലെബ്രോയ് കുടുംബം, ബ്രദർ ജേക്കബ് കോശി കുടുംബം, സിസ്റ്റർ ദിനാലി കുടുംബം, പാസ്റ്റർ റൈസൻ തോമസ് കുടുംബം, പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ കുടുംബം, എൻ്റെ കുടുംബം പ്രാർത്ഥിക്കുമോ ഞങ്ങൾക്കൊക്കെ വേണ്ടി? ഇന്ന് ഞാൻ ചർച്ചിലായിരുന്നപ്പോഴും എല്ലാവരും എന്നോട് പറയും, പാസ്റ്ററെ ഇതൊരിക്കലും നിൽക്കരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സെഡ്രിക് പാസ്റ്റർ പറയും, അനീഷ് പാസ്റ്റർ ഇത് 1 വർഷം മുൻപിലോട്ട് പോയാലും നമുക്കിതിനെ കൊണ്ടുപോകണം. പെൻസക്കോളയിലുള്ള സ്റ്റീവ് ഹില്ലിൻ്റെയും ജോൺ കിൽപാട്രിക്കിൻ്റെയൊക്കെ അനുഭവങ്ങൾ ഓർത്തു. പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി ഞാൻ. അവിടുത്തെ എന്തോ അനുഭവങ്ങൾ അവർക്കുണ്ട്. 5 വർഷം അതിൽ നിന്ന് വന്നവരാ. ഡാനിയൽ കൊലെൻഡോ, പാസ്റ്റർ ബെന്നിഹിൻ്റെ മരുമകൻ മൈക്കൽ, നേതൻ മോറിസ്, സാമുവൽ റോഡ്രിക്സ്, ഡെറിക് പ്രിൻസ് പോലും ആ റിവൈവലിൻ്റെ അകത്തായിരുന്നു പോയിരുന്നു പ്രായം ഉണ്ടായിട്ട്. ഇന്ത്യയിൽ നിന്നുള്ള അനേക ദേവദാസന്മാർ ആ ഉണർവിലുണ്ടായി. അവരുടെ എല്ലാ മിനിസ്ട്രീസ് വളരെ ഡിഫറൻ്റായി. ഈ റിവൈവൽ വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഡാർവിനിലെത്തണം. അതാ പ്രധാനപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓരോ റിവൈവലിനും ഓരോ ഡെസ്റ്റിനിയുണ്ട്. ബാംഗ്ലൂരിൽ നടന്ന ഉണർവിൽ ഞങ്ങൾ കേട്ടത് സാമച്ചൻ പാസ്റ്റർ വന്ന് പ്രവചിച്ചു, ഇത് ഡൽഹിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും. അത് കഴിയുമ്പോൾ ഇന്ത്യ ടു നേഷൻസ് കർത്താവ് ഞങ്ങളോട് പറഞ്ഞു. ഇന്നിപ്പോൾ അതാ സംഭവിക്കുന്നത്. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഈ ഉണർവിൻ്റെ അകത്ത് ഡാർവിനാണ് കീ. ഡാർവിനിലേക്ക് പോകുവാൻ, ഇതിനെ കൊണ്ടുപോകുവാൻ, വഹിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഞങ്ങളെ കവർ ചെയ്ത് പ്രാർത്ഥിക്കുമോ? നിങ്ങളും ഉണർവ് ആഗ്രഹിക്കുമോ? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയിൽ, ദേശത്തിൽ. എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാടിയ പാട്ടാണ് ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിൻ്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ എൻ്റെ യേശുവിനെ ഉയർത്തിയിടുവാൻ ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരന്മേൽ. അന്നൊക്കെ കൈ സ്പീഡിലടിച്ച് പാടുന്ന പാട്ടായിരുന്നു.
ഇന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുക. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. യോഗ്യതകളൊന്നുമില്ലെങ്കിലും ദൈവം നമ്മളെ ഉണർവിനായിട്ട് ഉപയോഗിച്ചല്ലോ. എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ഈ പുതിയ ചേർച്ച് ബിൽഡിംഗ് പണിയുമ്പോൾ, പഴയ ചേർച്ച് ബിൽഡിംഗ് പണിതപ്പം കർത്താവിനോട് പറഞ്ഞു, ഹോപ്പ് ഇൻ ജീസസ് ന്യൂ റിവൈവൽ സെൻറ്റർ എന്ന് പേരിടാൻ പറഞ്ഞു. കാരണം അതിന് മുന്നേ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചർച്ച് പേര് ന്യൂ റിവൈവൽ സെൻറ്റർ. ആ ചർച്ചിലാണ് ഉണർവ് സംഭവിച്ചത്. ഇത് വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഹോപ്പ് ഇൻ ജീസസ് ഇൻ്റർനാഷണൽ റിവൈവൽ സെൻറ്റർ എന്ന് പേരിടണം. അങ്ങനെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ അങ്ങനെ ആ പേര്. എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു, ഒരിക്കലും ഒരു ചർച്ചയിൽ ഒരു ഉണർവ് സംഭവിച്ചാൽ പിന്നീട് ആ പാസ്റ്ററിനും ചർച്ചിനും കർത്താവ് ഒരു ഉണർവ് കൊടുക്കുമോ? പേരൊക്കെ നമ്മൾ ഇട്ടു, എന്നാൽ ഉണർവ് ഉണ്ടാകുമോ എന്നൊക്കെ ഞാനിങ്ങനെ എൻ്റെ അല്പ അവിശ്വാസത്തിൽ സംശയിച്ചു. എന്നാൽ വരുന്ന എല്ലാവരും പ്രവചിക്കുക, ടിജോ പാസ് ഉൾപ്പെടെ പ്രവചിക്കുക, ഉണർവുണ്ടാകും, ഈ ചർച്ചിൽ വീണ്ടും ഉണർവുണ്ടാകും. പക്ഷെ ഇതെനിക്കൊരു വലിയ തെളിവായി തീർന്നു. എൻ്റെ വിശ്വാസവും വർദ്ധിച്ചു. ഉണർവ് ഒരു വൺ ടൈം അല്ല, വിശ്വസിച്ചാൽ മൾട്ടി ടൈംസ്, വീണ്ടും വീണ്ടും സീസൺസ് ഓഫ് റിവൈവൽ ഉണ്ടാകും. ഞാൻ ബാംഗ്ലൂരിനെ നോക്കി പ്രവചിക്കുന്നു, നമുക്ക് റെഡിയാകാം. നമ്മുടെ ഫെയ്ത്ത് എല്ലാം ബിൽഡായി. ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ പാസ്റ്റേഴ്സ്, ഞങ്ങളുടെ കോർ ടീം, 70 പേരുള്ള കോർ ടീമുണ്ട്. ഞങ്ങളുടെ കോർ ടീമിലുള്ള എല്ലാവരും കരയുന്ന സിമ്പിളാണ് എനിക്ക് അയക്കുന്നത്, ഐക്കൺസ് അയക്കുന്ന. സന്തോഷം കൊണ്ട് കരയും അവർ. കാരണം അവിടെ നമ്മൾ കണ്ടതിനെ അവരുടെ പാസ്റ്ററിലൂടെ ഇപ്പോൾ അവർ ഓസ്ട്രേലിയയിൽ കാണുകയാണ്. മഹത്വമെല്ലാം ഞാൻ യേശുവിന് മാത്രം കൊടുക്കുന്നു. നന്ദി പറയാം, ഒരുമിച്ച് നിൽക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ മനസ്സിൽ തോന്നി 1 മാസത്തേക്ക് എന്നൊരു അപ്ഡേറ്റ് നിങ്ങൾക്കെല്ലാം നൽകണം. എൻ്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ ചെയ്തു. കാരണം എൻ്റെ ഇമോഷണൽ ലാംഗ്വേജ് മലയാളമാണ്. ഞാനൊരു ഇംഗ്ലീഷ് ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഇംഗ്ലീഷിലാണ് ഞാനിവിടെ ശുശ്രൂഷിക്കുന്നത്. പക്ഷേ എൻ്റെ ഇമോഷൻസ് മുഴുവൻ വരുന്നത് മലയാളത്തിലാണ്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചത് മലയാളത്തിലൊന്ന് ചെയ്യണം. മേ ബി നമ്മുടെ മീഡിയ ടീമിന് ഇംഗ്ലീഷിലോട്ട് മാറ്റാൻ കഴിയുമായിരിക്കും. മലയാളത്തിൽ ഞാൻ ചെയ്തത്, എൻ്റെ കൂടെ മലയാളം സംസാരിക്കുന്ന ഒത്തിരി സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, ഉണർവിനെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് ഒത്തിരി പാസ്റ്റേഴ്സുണ്ട്. ഞാൻ അവരെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. പാസ്റ്റർ ജോൺ കിൽപാട്രിക്ക് ഇതറിഞ്ഞു. അദ്ദേഹം എന്നെ ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. അന്നത്തെ റിവൈവലും അദ്ദേഹം അതിനെ ഓണർ ചെയ്തു ഒരു വീഡിയോ തന്നു, അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇതും അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം വളരെ എക്സൈറ്റഡായി. ഇതിനകത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സംഭവം, പാസ്റ്റർ സെഡ്രിക്, ഇവിടുത്തെ പാസ്റ്റർ, എന്നെ സ്ഥാനപ്പെടുത്തിയ പാസ്റ്റർ പോൾ തങ്കയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ച് പാസ്റ്റർ പോളിനെ വിളിച്ചു പറഞ്ഞു, ആദ്യത്തെ ദിവസങ്ങളിൽ, യുവർ ഡിസൈപ്പിൾ പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫൻ ഇസ് ഹിയർ ഫ്രം ബാംഗ്ലൂർ. അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്, പിന്നെ പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, മൂന്നാമത് അദ്ദേഹം പറയുന്നത് പോൾ തങ്കയ എന്ന ദേവദാസിനെ കുറിച്ചാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ പാസ്റ്റേഴ്സിനെ നിങ്ങൾ ഓണർ ചെയ്യണം. എൻ്റെ ലൈഫിൽ ഒരു പാസ്റ്ററേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ബാംഗ്ലൂരിൽ പോയി ചർച്ച ഓടി നടന്ന് മാറിയില്ല. ഞാൻ ഇന്നും ഓണർ ചെയ്യുന്നു എൻ്റെ പാസ്റ്ററിനെ. അദ്ദേഹം എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു, സ്നാനപ്പെടുത്തി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകം തിരികെ വന്നു, എന്നെ വേർഷിപ്പ് ടീമിലോട്ടാക്കി, എന്നെ വളർത്തി, എൻ്റെ വിവാഹത്തിന് വന്ന് പ്രവചിച്ചു. ഡോക്ടർ പോൾ ദിനകരൻ, അവരെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. പോൾ തങ്കയ പാസ്റ്റർ വളരെയധികം സന്തോഷമായെന്ന് അറിയുന്നത്. അദ്ദേഹം ലൈവിലൂടെ കാണുക. ഈ ചേർച്ചിൻ്റെ ലൈവ് 60 പേരൊക്കെ കാണത്തുള്ളായിരുന്നു. ഇപ്പോൾ 1500 പേര്, 1800 പേരൊക്കെ ലൈവ് കാണുന്നു. അവരുടെ മീഡിയയെ പോലും ദൈവം ബ്ലെസ് ചെയ്തു. ചർച്ചിൻ്റെ വർഷിപ്പ് വളരെ സ്ട്രക്ചർഡ് ആയിരുന്നു. ഇപ്പോൾ ഫ്രീ ആയിട്ട് ആത്മസാന്നിധ്യത്തിൽ വർഷിപ്പ് ചെയ്യുന്നത്. അതാ റിവൈവലിന് ചെയ്യാൻ കഴിയുന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, മഹത്വം ദൈവത്തിന് കൊടുക്കുന്നു. എൻ്റെ ഡാഡി ഓർത്ത് നന്ദി പറയുന്നു. ചെറുപ്പത്തിലെ ഞങ്ങളെ ഉണർവുകൾക്കകത്തിട്ട് വളർത്തി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പലതും ഉണർവായിരുന്നു, മനസ്സിലായില്ല. 1989 വിജയവാഡയിൽ സംഭവിച്ചത് ഉണർവായിരുന്നു. 92 to 94 സംഭവിച്ചത് ഉണർവായിരുന്നു. തിരുവനന്തപുരം പട്ടണത്തിൽ 97 to 99 നെടുമങ്ങാടിൽ സംഭവിച്ചത് ഉണർവായിരുന്നു. ബാംഗ്ലൂരിൽ സംഭവിച്ചത് ഉണർവാണ്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹോപ്പ് ഇൻ ജീസസിൽ ഇപ്പോൾ തന്നെ 5-6 ഉണർവുകൾ സംഭവിച്ചു. എൻ്റെ ഡാഡിയെ കർത്താവ് പ്രയോജനപ്പെടുത്തി. 95, 96 ഹോപ്പ് ഇൻ ജീസസ് മിഷണറിമാർ ഉത്തർപ്രദേശ് കണ്ട ഏറ്റവും വലിയ ഉണർവ്. യേശു ദർബാർ അലഹാബാദ് അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു അന്ന്. നന്ദി പറയുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ പുറത്തോട്ട് ദൈവം നമ്മൾ പ്രയോജനപ്പെടുത്തിയല്ലോ. ഡാഡിക്ക് വേണ്ടി നന്ദി പറയുന്നു. എന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കുകയും ഈ ഉണർവിന് വേണ്ടിയിട്ട് എന്നെ ഏറ്റവും ഇമോഷണലി സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച എൻ്റെ ഭാര്യ പാസ്റ്റർ ഗ്രീഷ്മയ്ക്കായിട്ട് നന്ദി പറയുന്നു. എൻ്റെ 4 കുഞ്ഞുങ്ങൾ കാരിസ, പോൾ, പ്രിസ്ക, തിയോക്ലിയക്കായിട്ട് നന്ദി പറയുന്നു. എൻ്റെ ഭാര്യ പിതാവ് ദേവസ്യമലക്കർ സാറിനെ ഓർത്ത് നന്ദി പറയുന്നു. പപ്പ ഇത് കാണുന്നുണ്ട് ലൈവിൽ. പപ്പ ഗ്രീഷ്മയെ വിളിച്ച് പറഞ്ഞാൽ എൻകറേജ് ചെയ്തിട്ട് പറഞ്ഞു, മോനോട് പറയണം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉണർവിനെ വഹിക്കണം, ഓസ്ട്രേലിയയിൽ ഉണർവ് സംഭവിക്കണം.
ഓസ്ട്രേലിയയിലെ വലിയ വലിയ ദൈവദാസന്മാരുൾപ്പെടെ ഉണർവിനെക്കുറിച്ച് പറയും. ഹിൽ സോങ്ങിൻ്റെ ഫൗണ്ടറായിരുന്ന ബ്രയൻ ഹ്യൂസ്റ്റൺ പോലും ഉണർവിനെക്കുറിച്ച് ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നെ സ്നേഹിച്ച എൻ്റെ കൂടെ നിന്ന എൻ്റെ അസോസിയേറ്റ് പാസ്റ്റേഴ്സ്, ഞങ്ങളുടെ ചേർച്ചിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ കോശി ബ്രദർ, എന്നെ സ്നേഹിക്കുന്ന എല്ലാ കോർ ടീം മെമ്പേഴ്സ്, ഞങ്ങളുടെ പ്രിയ വർഷിപ്പ് ടീം, മീഡിയ, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മീഡിയയിലിടുന്ന ബാംഗ്ലൂരിലെ മീഡിയ ടീമാണ്, ബാംഗ്ലൂർ ചേർച്ചിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സ്, ഹോപ്പ് ഇൻ ജീസസിലെ ഫാമിലി, റിവൈവൽ നൈറ്റ്സിലെ ഫാമിലി മെമ്പേഴ്സ്. നമ്മൾ എത്ര വർഷമായിട്ട് കൊതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 2020 മുതൽ നമ്മൾ എല്ലാ ദിവസവും കൂടുമല്ലയോ. ഇപ്പോൾ 2 റിവൈവൽ നമ്മൾ ഒരുമിച്ച് കണ്ടില്ലയോ, 2024, 2026. വാ, റിവൈവൽ നൈറ്റ്സ് എന്ന ആ പ്രോഗ്രാം റിയൽ റിവൈവലായിട്ട് മാറി നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയിലുള്ള ഒത്തിരി പാസ്റ്റേഴ്സ് എന്നെ സ്നേഹിച്ച, എന്നെ മെൻറ്റർ ചെയ്യുന്ന പാസ്റ്റർ ചാണ്ടി വർഗീസ്, പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പാസ്റ്റർ രാജ്മോഹൻ ഇന്ത്യക്ക് പുറത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പാസ്റ്റർ ജിമ്മി തോമസ്, എന്നെ കർത്താവിൽ ഒത്തിരി വഴി നടത്തിയ പാസ്റ്റർ സാജൻ ഈശോ ന്യൂസിലാൻഡിൽ, എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഉണർവ് മുൻപിലേക്ക് കൊണ്ടുപോകട്ടെ. അനീഷ് പാസ്റ്റർ, റൈസം പാസ്റ്റർ, ഫിന്നി പാസ്റ്റർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് പരിശുദ്ധാത്മാവിൻ്റെ മൂവായതുകൊണ്ട് ഈ മെൽബൺ മൾഗ്രേവിൽ നിന്നും ഇതിൻ്റെ ഡെസ്റ്റിനി ആയിരിക്കുന്ന ഡാർവിനിൽ പോകുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ഓസ്ട്രേലേഷ്യ ഐലൻഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. കുക്ക് ഐലൻഡ്, ഫിജി ഐലൻഡ്സ്, വാനുവാറ്റു, ന്യൂസിലാൻഡ് പ്രാർത്ഥിക്കുക. ഇവിടെ എല്ലാം വലിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നു. ബട്ട് ഐ ലവ് യു ഓൾ and I love Jesus even more. Thank you. God bless you. Revival from India to nations. Holy Spirit revival in Jesus' name. Shalom.